Hello, good morning. Good morning. Sound undo? Sound undo? Yes. Sound off. Okay, sound undo nokate. Good morning, all of you, once again. Good morning, ma'am. Good morning, ma'am. Okay. Sound സൗണ്ടിന്റെ ആ ഒരു സംഭവം ഇല്ലേ ഇതിന്റെ ലാസ്റ്റ് എന്തിലാ കിടക്കണേ പക്ഷെ ചെയ്തിട്ട് ശരിയാവണില്ല. സൗണ്ട് ഉണ്ട്. ഓക്കെ, ആവശ്യമില്ല. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സൗണ്ട് അവിടെ സൗണ്ടിന്റെ ആ സാധനം മിനിമം ഏറ്റവും മിനിമത്തിൽ കിടക്കാം. അപ്പൊ നിങ്ങൾ ഇനി എന്തെങ്കിലും സംസാരിച്ചാൽ എനിക്കത് ക്ലിയർ ആയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ഇന്നലെ മെഡിക്കൽ ഇൻഷുറൻസിന്റെ ഏകദേശം അവസാന ഭാഗത്തേക്കാണ് നമ്മൾ എത്തണേ അല്ലെ. നമ്മള് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് പ്രൊവൈഡഡ് ബൈ ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ചില എന്താ പറയാ ഇതുപോലെ ഏതെങ്കിലും രീതിയിൽ പല പോവർട്ടിയിൽ ഉള്ള ആളുകള്, അതുപോലെ തന്നെ എംപ്ലോയീസ് ഓഫ് ഗവൺമെന്റിന്റെ എംപ്ലോയീസ്, അങ്ങനെ പിന്നെ എന്താ പറയാ ഏതെങ്കിലും ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിന് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ലിമിറ്റഡ് നമ്പർ ഓഫ് മെമ്പേഴ്സിനെ ചേർത്തിട്ട് എടുക്കുന്ന ഇൻഷുറൻസുകൾ, അങ്ങനെ കുറച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു. SHI സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്, പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം അത് CGHS, പിന്നെ എന്താ പറയാ നമ്മളുടെ ESI എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്, മൂന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തു. പിന്നെ ഇന്നലെ നമ്മൾ ഒരെണ്ണം തുടങ്ങി വെച്ചു, RSBY രാഷ്ട്രീയ സ്വാസ്ഥ്യ യോജന, സ്വാസ്ഥ്യ ഭീമ യോജന എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ്. അതും ഇതുപോലെ തന്നെ അത് നമ്മൾ പറഞ്ഞു, ഇന്നലെ പറഞ്ഞതാണ്. 2008 April 1 ഇത് came into എസ്റ്റാബ്ലിഷ്മെന്റ്. സാധാരണയായിട്ട് എന്താ പറയാ നമുക്കറിയാം ഈ 2008 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ പറഞ്ഞ് അധികം നാളുകളായിട്ടില്ല ഇതൊക്കെ തുടങ്ങിയിട്ട്. 2008 ഫസ്റ്റ് ഏപ്രിലില് ഈ RSBY എന്ന് പറയുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി അതും ഇതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ലേബർ എംപ്ലോയ്മെന്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൂടി ചേർന്നിട്ട് ഇൻഷുറൻസ് വിച്ച് ഈസ് ടു ബി പ്രൊവൈഡഡ് ഫോർ ബിലോ പോവർട്ടി ലെവൽ ഫാമിലീസ് ആണ്. BPL ഫാമിലീസിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു ഇൻഷുറൻസ് സ്കീം ലോഞ്ച് ചെയ്തത് എന്നൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ദ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള അത്രയധികം ഓർഗനൈസ്ഡ് അല്ലാത്ത സെക്ടേഴ്സിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ BPL ഫാമിലീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരം സ്കീമുകൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ളവർക്ക് അവരുടെ ദിവസ വരുമാനം അല്ലെങ്കിൽ മന്ത്ലി ഇൻകം വിൽ നോട്ട് ബി സഫീഷ്യന്റ്. അവർക്ക് എന്താ പറയാ അവരുടെ നിലനിൽപ്പിന്, അവരുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക്, കുട്ടികളുടെ പഠനത്തിന്, മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾക്ക്, ഇപ്പൊ ഏറ്റവും മിനിമം ആണെങ്കിലും ഒരു ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, ഇങ്ങനെയുള്ളത് പോലും ചിലപ്പോ പേ ചെയ്യാനായിട്ട് അവരുടെ ആ എന്താ പറയാ ഡെയിലി അവർക്ക് കിട്ടുന്ന സാലറിയോ കൂലിയോ ഒന്നും ചിലപ്പോൾ തികഞ്ഞൊന്നും വരില്ല. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്തെങ്കിലും പെട്ടെന്നൊക്കെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എവിടെ നിന്നാണ് സപ്പോർട്ട് കിട്ടുക? അപ്പൊ അങ്ങനെയുള്ളവർ അപ്ലിഫ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി രോഗങ്ങളൊക്കെ വന്നു, ആശുപത്രിയിലൊക്കെ കിടന്നു, അവിടുത്തെ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാൻ, അങ്ങനെയുള്ള ചില നഷ്ടപരിഹാരങ്ങൾ, ഇൻഡെംനിഫിക്കേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. രാഷ്ട്രീയ സ്വാസ്ഥ്യ ഭീമാ യോജന എന്ന് പറയുന്ന പദ്ധതി, RSBY എന്നതിന്റെ ഷോർട്ട് ഫോം പറയും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ. ഇനി എന്തൊക്കെ കവറേജ് ആണ് ഇതിന്റെ ബെനിഫിഷ്യറീസിന് കിട്ടുക? ഈ BPL ഫാമിലീസിന്, അല്ലെങ്കിൽ ദോസ് വർക്കിംഗ് ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്നവരും BPL ഫാമിലീസിന് ഈ ഒരു സ്കീം കൊണ്ടുള്ള ബെനിഫിറ്റ്, എന്തൊക്കെ കവറേജ് അവർക്ക് കിട്ടും എന്നുള്ളതാണ് നമ്മൾ
പറയാൻ പോകുന്നത് അടുത്തതില് കേട്ടോ. അടുത്ത പോയിന്റുകളായിട്ട് കേട്ടോ. ആ പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു RSBYയുടെ ഫുൾ ഫോം അത് നമ്മൾ പഠിക്കണം. അത് ഏത് ദിവസമാണ് അല്ലെങ്കിൽ അതിന്റെ ഡേയും മന്തും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഡേറ്റും അതുപോലെ തന്നെ മന്തും അതുപോലെ ഇയറും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതും ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് മീൻസ് ആ ഒരു പാരഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. അതിന്റെ അടുത്ത് കിട്ടുന്ന കവറേജുകളും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 6 എണ്ണം പറയുന്നുണ്ട്. ക്ലിയർ ആയോ? പറഞ്ഞോട്ടെ. ഇനി ഇവിടെ നിന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്. ഓക്കെ ആയി? എല്ലാവരും ബുക്ക് എടുത്ത് നോട്ടൊക്കെ കയ്യിലില്ലേ? യെസ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. കുറെ പേര് ആരെങ്കിലും ലെഫ്റ്റ് ആയി പോയോ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞപ്പോ? ഇത് തന്നെ ഉണ്ടായോളൂ. 31 ആണ് ഇവിടെ കാണിക്കുന്നത്. എത്ര തന്നെയാണോ ഉണ്ടായിരുന്നത്? ഓർമ്മയുണ്ടാ? ശ്രദ്ധിച്ചിരുന്നു ആരെങ്കിലും? ക്ലാസ് കട്ട് ചെയ്ത് പോയി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇത്ര ഉണ്ടായുള്ളൂ എന്നാണ് അമൽജിത്ത് പറയുന്നത്. ഓക്കെ, നിമിഷം പറയുന്നത്. അപ്പൊ എന്തൊക്കെ കവറേജ് കിട്ടും നമുക്ക് നോക്കാം. RSBYയിൽ കിട്ടുന്ന കവറേജുകളാണ്. എ സം ഓഫ് ₹30,000 ഫോർ എ വർക്കർ ഇൻ ദ അൺഓർഗനൈസ്ഡ് സെക്ടർ ആൻഡ് ദർ ഫാമിലീസ്. അതായത് ഇത്തരം ഇതിനകത്ത് ഈ ഒരു സ്കീമില് പങ്കാളികളായിട്ടുള്ള ആളുകൾക്ക് 30,000, ഒരു വർക്കർക്ക് 30,000, അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു 30,000 രൂപ വരെ അവരുടെ ഫാമിലീസിന് കിട്ടുമെന്ന് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? അപ്പൊ 30,000 രൂപ വരെ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ ജോലി ചെയ്യുന്ന BPL ഫാമിലീസിലുള്ള ആളുകൾക്ക് ഈ ഒരു RSBY പ്രകാരം ആ ഒരു സ്കീമിൽ പങ്കാളികളാണെങ്കിൽ ആ ഒരു എമൗണ്ട് കിട്ടും. പിന്നെ കവർ ഫോർ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. ഇവരുടെ ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിയുമ്പോൾ അവിടുത്തെ ചെലവുകളൊക്കെ മീറ്റ് ചെയ്യാനുള്ള കവറേജ്. മനസ്സിലായി? ഹോസ്പിറ്റലൈസേഷൻ, ഹോസ്പിറ്റലിൽ കിടക്കുന്നു, അവിടുത്തെ മരുന്നുകളും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടുത്തെ ബില്ല് പ്രകാരം ഡോക്യുമെന്റ്സ് പ്രകാരം എന്ത് ചെയ്യുന്നു, അതിന്റെ കവറേജും ഫുൾ ആയിട്ട് കിട്ടും. കവർ ഫോർ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്. പിന്നെ കവർ ഫോർ ഓൾ ഡിസീസസ് എക്സിസ്റ്റിംഗ് ഏർലിയർ. നമ്മൾ മുന്നേ പഠിച്ചിരുന്നു എന്താ പറയാ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിലനിൽക്കുന്നത്. ഇപ്പൊ തന്നെ നമ്മൾക്ക് ഈ ഒരു സ്കീമിൽ പങ്കാളിയാകുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗമുണ്ടെങ്കിൽ അത്തരം രോഗങ്ങൾക്ക് നമുക്ക് പെട്ടെന്നൊന്നും ഇൻഷുറൻസ് കിട്ടില്ല. അതൊക്കെ പ്രൈവറ്റ് ആണ്. ഓക്കെ, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി നമുക്കൊരു രോഗമുണ്ട്. പക്ഷെ അപ്പൊ അന്നേരം അവർ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിനൊരു വെയിറ്റിംഗ് പീരീഡ് പ്രൊവൈഡ് ചെയ്യും അല്ലെ. ഇത്ര വർഷത്തേക്ക് ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് നമ്മളെ വേറെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നില്ല, വേറെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെലവുകളൊന്നും വരുന്നില്ല എങ്കിൽ ആ ഒരു വർഷം, ആ ഒരു കാലാവധി അവർ പറയുന്നുണ്ട്. 12 to 48 months ആണ് പറയുന്നത്. 1 വർഷം മുതൽ 4 വർഷം വരെ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ അത് അവർ പറയും. അത് ഓരോ ഇൻഷുറൻസും അതിൻ്റെതായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരം പറയും. ഇപ്പൊ ഇത്ര വർഷം, 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ രോഗവുമായി ബന്ധപ്പെട്ട് അസുഖങ്ങളൊന്നും വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ഒന്നും ആയില്ലെങ്കിൽ അതിനുശേഷം വരുന്ന സമയത്ത് തുടങ്ങി നമ്മൾ ഇൻഷുറൻസ് കവറേജ് ചെയ്യും. നിലനിൽക്കുന്ന ഒരു രോഗമാണെങ്കിൽ കൂടി അങ്ങനെ ഒരു വെയിറ്റിംഗ് പീരീഡ് പ്രൊവൈഡ് ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഈ പറയുന്ന ഫാമിലീസിൽ, അതായത് BPL ഫാമിലീസിൽ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നവര്, ഇവർക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസീസസിനും എന്ത് കിട്ടും? കവറേജ് കിട്ടും. മനസ്സിലായോ? ക്ലിയർ ആയോ പറഞ്ഞത്? ഇത് പ്രത്യേക ഒരു തരത്തിലുള്ള സ്കീമാണ്. കാരണം ഇത് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ രോഗങ്ങൾക്ക് ഇതിന് കവറേജ് തരില്ല. ഇപ്പൊ ഞാൻ ഈ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും എനിക്കൊരു രോഗമുണ്ട്, ലൈക്ക് ഇതുപോലെയുള്ള ക്യാൻസറോ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾക്ക് എന്താ പറയാ, ട്രീറ്റ്മെന്റ് ഒക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകേണ്ടി വരും ഹോസ്പിറ്റൽസിൽ. അപ്പൊ ഒന്നും ചെലവ് കിട്ടില്ല എന്ന് പറയുന്നില്ല. ഗവൺമെന്റിന്റെ ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ RSBYയിൽ ഈ പറയുന്ന നിലനിൽക്കുന്ന ഇപ്പൊ തന്നെ ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള രോഗങ്ങൾക്കും കവറേജ് കിട്ടും എന്നാണ് പറയാ. പിന്നെ കവറേജ് ഫോർ ഷിഫ്റ്റിംഗ് എക്സ്പെൻസസ്. ഷിഫ്റ്റ് ചെയ്യുന്നതിന് ഇപ്പൊ ചിലപ്പോൾ പേഷ്യന്റിനെ എന്താ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് ടൗണുകളിലേക്ക് മാറ്റേണ്ടി വരാണെങ്കിൽ up to ₹1,000 അതിനും ഒരു കവറേജ് കിട്ടുന്നതാണ്. പിന്നെ ക്യാഷ്ലെസ് ഇൻഷുറൻസ് ആണ്. ക്യാഷ്ലെസ്, ഒരു തരത്തിലുള്ള പൈസയും നമ്മൾ കൊടുക്കേണ്ടി വരില്ല, അതിന് ഫുൾ ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടുന്നതാണ്. അപ്പൊ ക്യാഷ്ലെസ് ഇൻഷുറൻസ് കവറേജ് ആണ് ഈ RSBYയിൽ നമ്മൾക്ക് കിട്ടുന്നത്. അത്തരം ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവര് അല്ലെങ്കിൽ അതിൽ മെമ്പേഴ്സ് ആയവര്. പിന്നെ ഇതിനു വേണ്ടി കൊടുക്കേണ്ടി വരുന്ന പ്രീമിയം എന്ന് പറയുന്നത് വളരെ തുച്ഛമായ പ്രീമിയം ആണ്. ₹30 per annum ആണ്. Per annum means per year ആണ് കേട്ടോ. ഒരു വർഷത്തേക്ക് 30 രൂപയാണ് ഈ പറയുന്ന പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളവര് പ്രീമിയം ആയിട്ട് അടയ്ക്കേണ്ടതുള്ളൂ അല്ലെ. നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഷുറൻസിനകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ഒരു എന്താ പറയാ, മാസത്തെ തന്നെ ഒരു എന്താ പറയാ 3 അക്ക സംഖ്യയോ ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത്രയും രൂപ വെച്ചിട്ട് പ്രീമിയം അടയ്ക്കേണ്ടി വരും. പക്ഷെ ഇത് ഒരു ഇയറിലേക്ക് only 30 rupees ആണ് കേട്ടോ. RSBYയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ഒരു വർഷത്തിൽ 30 രൂപ അടച്ചാൽ മതി. ആ വർഷത്തിനുള്ളിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗം വന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയി, അല്ലെങ്കിൽ അങ്ങനെ എന്ത് കാര്യമാണോ അതുമായി ബന്ധപ്പെട്ടുള്ള ചെലവുകൾ എന്താണോ അതൊക്കെ നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള എക്സ്പെൻസ് ഒക്കെ ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതാണ് RSBY പ്രകാരം
അതിന് കിട്ടുന്ന ബെനിഫിഷ്യറീസിന് കിട്ടുന്ന കവറേജുകൾ എന്തൊക്കെയാ? അപ്പൊ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. അത് ഫുള്ള് ഈ ഫസ്റ്റ് സെന്റൻസ് മാത്രമേ വലുതുള്ളൂ, ബാക്കിയൊക്കെ എന്താ പറയാ ചെറിയ ചെറിയ സെന്റൻസുകളാണ്. ചിലപ്പോൾ ചോദിക്കും എന്താ പറയാ രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജനയില് ബെനിഫിഷ്യറീസിന് എന്തിനൊക്കെ കവറേജ് കിട്ടും, താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് കവറേജിൽ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഓരോന്നിനും ഓരോ പ്രത്യേക രീതിയിലാണ്. CGHSൽ കണ്ടതുപോലെയല്ല ഇവിടെയുള്ള ബെനിഫിറ്റ്, അതുപോലെയല്ല SHIയിലുള്ള ബെനിഫിറ്റ് ഡിഫറെന്റ് ആണ്, ESIയിലുള്ള ബെനിഫിറ്റ് ഓരോന്നും ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കണം. അതുകൊണ്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുക കേട്ടോ. 6 പോയിന്റ്. സം ഓഫ് ₹30,000 ഫോർ എ വർക്കർ in unorganized sector and their families, cover for hospitalization expense, cover for all existing diseases, coverage for shifting expense up to ₹1,000, cashless insurance, premium of ₹30 per annum. ഒരു വർഷത്തേക്ക് 30 രൂപ. ക്ലിയർ ആയോ? ഓക്കെ. ഇനി സം എക്സാമ്പിൾസ് ഫോർ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ്. നമ്മളുടെ ഇന്ത്യയിൽ ഉള്ള കുറച്ച് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുടെ പേരുകളാണ്. അതായത് ഇൻഷുറൻസ് പദ്ധതികളുടെ പേരാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് പേജിൽ എന്തോ പഠിച്ചിരുന്നു അല്ലെ? ഫ്ലാഷ് ആകരുത്. ഫസ്റ്റ് പേജിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിച്ചത്? ഫസ്റ്റ് പേജില് എന്തായിരുന്നു പഠിച്ചത്? ഇൻഷുറൻസ് കമ്പനികളുടെ പേരുകളാണ്. ഇൻഷുറൻസ് ഫേംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മേജർ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഇൻഷുറൻസ് കമ്പനികളുടെ പേരുകളാണ് നമ്മൾ ഫസ്റ്റ് പേജിൽ പഠിച്ചത്. അവൈവ ലൈഫ് ഇൻഷുറൻസ്, ബജാജ് അലയൻസ് കേട്ടോ. ഇത് നമ്മൾ പറയാൻ പോകുന്നത് ഏതാ? ഇൻഷുറൻസ് പദ്ധതികളുടെ പേരുകളാണ് കേട്ടോ. ഏതൊക്കെ ഇൻഷുറൻസ് പദ്ധതികളാണ് നമുക്ക് ഉള്ളത് എന്നുള്ള എന്താ പറയാ സ്കീമുകളുടെ പേരുകളാണ് കേട്ടോ. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. അതിനുള്ള എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് സ്റ്റാർ ഫാമിലി ഹെൽത്ത്. കേട്ടിട്ടുണ്ടോ ഇങ്ങനത്തെയൊക്കെ പരസ്യങ്ങളൊക്കെ കാണാറുണ്ടല്ലോ? സ്റ്റാർ ഫാമിലി ഹെൽത്ത്, അതെ അതെ. ഒപ്റ്റിമ പ്ലാൻ, പിന്നെ ടാറ്റ AIG മെഡിക്കെയർ പ്ലാൻ, റിലയൻസ് ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ് ആണ്. നമ്മൾ എവിടേക്കോ കേട്ടു ക്രിട്ടിക്കൽ ഇൽനെസ്സിന് വേണ്ടി മാത്രമുള്ള ഇൻഷുറൻസ് ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ സീരിയസ് ആയിട്ടുള്ള പ്രൊലോങ്ഡ് റിക്കവറി ആവശ്യമുള്ള ചില രോഗങ്ങൾ ലൈക്ക് ക്യാൻസർ, പാരാലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് പാരലൈസ്ഡ് ആയി പോകുക, മൊത്തം തളർന്നൊക്കെ പോകുന്ന കിടപ്പ്, അങ്ങനത്തെ രോഗങ്ങൾക്ക്. പിന്നെന്താ പറയാ നമ്മളുടെ ഓർഗൻസ് ഒക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞു ക്രിട്ടിക്കൽ ഇൽനെസ് കവറേജിനെ കുറിച്ചൊക്കെ പറഞ്ഞതാ. അപ്പൊ ഇങ്ങനെയുള്ള കവറേജ് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് റിലയൻസിന്റേത്. മണിപ്പാൽ സിഗ്ന, അത് പ്രോ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. പിന്നെ ബജാജ് അലയൻസിന്റെ ഹെൽത്ത് ഗാർഡ് സ്കീമുണ്ട്, പ്ലാൻ ഉണ്ട്. ഭാരതി ആക്സ സ്മാർട്ട് സൂപ്പർ ഹെൽത്ത് പ്ലാൻ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുടെ പേരുകളാണ്. നമ്മൾ നേരത്തെ പഠിച്ചത് ഏതൊക്കെയാ? SHI, ESI, CGHS, RSBY. ഇതെല്ലാം ഗവൺമെന്റിന്റെ സപ്പോർട്ടുള്ള ഗവൺമെന്റിന്റെ പദ്ധതികളാണ്. മനസ്സിലായോ? ഗവൺമെന്റിന്റെ മാത്രം പറയുമ്പോ എന്തെങ്കിലും ഒരു ഇത് വേണ്ട. നമുക്ക് ഗവൺമെന്റിന്റെ മാത്രം ഇൻഷുറൻസ് പദ്ധതികളല്ല ഉള്ളത്. പ്രൈവറ്റ് ഫേംസും ഇൻഷുറൻസ് കമ്പനീസും ഇതുപോലെയുള്ള പല മെഡിക്ലെയിം ആയിട്ടുള്ള ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഷുറൻസ് പ്ലാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾസ്, അതിനെ കുറിച്ച് വിശദീകരണം ഒന്നുമില്ല, മാത്രം ജസ്റ്റ് ആ പേരുകൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ഏതൊക്കെയാ? സ്റ്റാർ ഫാമിലി ഹെൽത്ത്, ഒപ്റ്റിമ പ്ലാൻ, ടാറ്റ AIG മെഡിക്കെയർ പ്ലാൻ ആണ്. റിലയൻസ് ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ് ആണ്. മണിപ്പാൽ സിഗ്ന പ്രോ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ബജാജ് അലയൻസ് ഹെൽത്ത് ഗാർഡ് ആണ്. ഭാരതി ആക്സ സ്മാർട്ട് സൂപ്പർ ഹെൽത്ത് പ്ലാൻ ആണ്. ക്ലിയർ ആയോ? മറ്റേത് വിശദീകരണവും എന്ന് തുടങ്ങി അതിന്റെ ബെനഫിഷ്യറീസ് ആരൊക്കെയാണ്, എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടുന്നു എന്നുള്ളതൊക്കെ നമ്മൾ വിശദമായിട്ട് ഗവൺമെന്റിന്റേതായ 4 ഇൻഷുറൻസ് പ്ലാൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ മാത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ ഇല്ല. അതൊക്കെ ഉണ്ടെന്ന് നമ്മൾ എവിടേക്കൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെ ഇൻഷുറൻസ് പ്ലാനുകളാണ്. എന്തെങ്കിലുമൊക്കെ ഇൻഷുറൻസ് പ്ലാൻസിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നമുക്കറിയാം വർദ്ധിച്ചു വരുന്ന നമ്മളുടെ രോഗങ്ങള്, രോഗാവസ്ഥകള്, ഇതിനെയൊക്കെ ഹ്യൂജ് എമൗണ്ട് വി ഹാവ് ടു ഇൻവെസ്റ്റ് ഇൻ ഹോസ്പിറ്റൽസ് ഫോർ ദാറ്റ് ട്രീറ്റ്മെന്റ്. നമ്മളുടെ അതിന്റെ ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. ഹോസ്പിറ്റൽസിൽ ഇത്ര അടയ്ക്കും, ഇത്ര കെട്ടി വെക്കും, എന്നാലേ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 3 ലക്ഷം 10 ലക്ഷം ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. ഒത്തിരി കാശും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അസറ്റ്സ് ഒക്കെ ഉള്ളവർക്ക് ഈസിയാണ് അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പണയം വെച്ചോ അല്ലെങ്കിൽ വിറ്റോ ഒക്കെ നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് എന്താ പറയാ, കയ്യില് വേറെ അസറ്റ്സ് ഒന്നുമില്ല, ഇതുപോലെ പണയം വെക്കാനോ വിൽക്കാനോ ഒന്നും ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? അവർക്ക് നമുക്ക് എന്താ പറയാ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കിട്ടില്ല. മരണത്തിലേക്ക് തന്നെ ആള് ചിലപ്പോ വലിയ സീരിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതൊന്നും ലഭിക്കാതെ വരുമ്പോ എന്ത് ചെയ്യേണ്ടി വരും?
വളരെ ചെറുപ്പക്കാരൊക്കെ ആണെങ്കിലും അവർക്ക് ചിലപ്പോ അവര് നിർഭാഗ്യപരമായിട്ട് മാറേണ്ടി വരും. എന്ന് വെച്ചാൽ മരിക്കും അങ്ങനെയുള്ള ആൾക്കാര്. വേണ്ട സമയത്ത് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തില്ലെങ്കിൽ ഒബിയസ്ലി നമുക്കറിയാം മരണമായിരിക്കും പിന്നെ സംഭവിക്കാം. അപ്പൊ അതിനെയൊക്കെ ഒന്ന് ഒരു പരിധി വരെയൊക്കെ കുറയ്ക്കാൻ എന്നുള്ളതാണ് ഇത്തരം ഇൻഷുറൻസ് പ്ലാൻസിന്റെ ഒക്കെ ഒരു ലക്ഷ്യം. അപ്പൊ ഇത്തരം പ്ലാൻസ് എടുക്കുമ്പോൾ നമുക്ക് വേണ്ട നല്ല എന്താ പറയാ നല്ല രീതിയിൽ ക്വാളിറ്റി ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള ഹോസ്പിറ്റൽസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടും. അതല്ല എന്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല, എന്റെ ഹോസ്പിറ്റലിൽ പോകാൻ അവിടെ ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ട്, അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനില്ല ഇങ്ങോട്ട് കൊണ്ടുപോകാനില്ല എന്നൊക്കെ ചിലർ ചോദിക്കും. പക്ഷേ എങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിലും ചിലപ്പോഴൊക്കെ ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരിക. അവിടെ ചെന്നിട്ട് ആ ഡോക്ടർ ആ രോഗിയെ ഒന്ന് പരിശോധിക്കണമെങ്കിൽ, അല്ലെങ്കിൽ വലിയ സീരിയസ് ആണെങ്കിലും ഇത്ര രൂപ ഇത് ഒരു ഓപ്പറേഷൻ വലിയത് വേണ്ടി വരും, ഇത് എത്ര രൂപ കെട്ടിവെക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് അവർ സമ്മതിപ്പിച്ചിട്ടാണ് ആ ഒരു പ്രൊസീജിയറിലേക്ക് അവർ പോകുള്ളൂ. അപ്പൊ ഇത്തരം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഓക്കെ, ഇൻഷുറൻസ് ഉണ്ട്, സോ അവർക്കറിയാം ഇൻഷുറൻസ് കമ്പനി വിൽ പേ തന്നോ, തീർച്ചയായിട്ടും ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കാശ് കിട്ടുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. അപ്പൊ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അവരും എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കാനും ക്വാളിറ്റി ട്രീറ്റ്മെന്റ് പേഷ്യൻസിന് കൊടുക്കാനും അവര് എന്താ പറയാ തുനിയും. അതല്ലെങ്കിൽ എന്ത് പറ്റും, അത് കിട്ടില്ല, നമ്മുടെ കിടക്കും അവിടെ അതൊക്കെ കിടക്കുക എന്നുള്ളതായിരിക്കും പറ്റുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? മനസ്സിലായില്ലേ ഇത്രയും? ഓക്കെ, നമുക്ക് കുറച്ചും കൂടി ഉള്ളൂ, വലിയ സ്പീഡ് എടുത്ത് പോകേണ്ട ആവശ്യമില്ല, ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. നെക്സ്റ്റ് വീക്കിലും എനിക്ക് 2 ക്ലാസ്സുകൾ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇൻഷുറൻസ് നമ്മളിങ്ങനെ എന്താ പറയാ എടുക്കുന്നു, ആ ഇൻഷുറൻസിൽ നമ്മൾ ഒരു പ്രീമിയം ചെറിയതോ വലുതോ ഒക്കെ ആയിട്ടുള്ള പ്രീമിയം അടച്ചിട്ട് നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇൻ കേസ് ഓഫ് എനി ഇവന്റ്സ് ലൈക്ക് ആക്സിഡൻസ്, ഇൽനെസ്, ഡിസീസസ് ഓർ ഈവൻ ഡെത്ത്, the insurance company have to give our claim. തീർച്ചയായിട്ടും അത്തരം ഒരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്, നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗം വരുന്നു, ഏതെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ മരണം തന്നെ ഇതിനെയൊക്കെ ഒരു പരിധിവരെ സേഫ്റ്റി ആൻഡ് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട്, വെച്ചാൽ നമ്മുടെ ജീവനെ നമുക്കൊന്ന് എന്താ പറയാ സേഫ് ആക്കാൻ, സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു എന്താ പറയാ പ്രീ പ്ലാൻഡ് ഒരു ആക്ഷൻ ആണ് ശരിക്കും പറഞ്ഞ ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്നത്, അല്ലെ? നമ്മളുടെ അഭാവത്തിൽ ഇപ്പൊ ഞാൻ എന്താ പറയാ ലൈഫ് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഒരു ഇൻഷുറൻസിന്റെ എമൗണ്ട് പ്രീമിയം എല്ലാ മാസം അടച്ച് കമ്പനിയിലേക്ക് കൊടുക്കുന്നുണ്ട്. അതിന്റെ മെച്യൂരിറ്റി ഡേറ്റ് അല്ലെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് ഡെത്ത് വിച്ച് എവർ കംസ് ഏർലിയർ, ഏതാണോ ആദ്യം വരുന്നത്, ഒന്നില്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത് അങ്ങനെയാണ്. എടുക്കുമ്പോൾ നമ്മള് ഒരു നിശ്ചിത പീരീഡ് കാലാവധി അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും, 15 ഇയേഴ്സിനോ 10 ഇയേഴ്സിനോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെ? ആ ഒരു ഇയേഴ്സിന് ഉള്ളില് നമുക്ക് എന്താ പറയാ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വരുന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു, അപ്പൊ ഹോസ്പിറ്റലിലെ ബില്ലുകളും മറ്റു കാര്യങ്ങളൊക്കെ പേ ചെയ്യാനുള്ള എമൗണ്ടുകൾ നമുക്ക് കിട്ടുന്നു. അതല്ല അതിനിടയിൽ ആ ഒരു പർട്ടിക്കുലർ പീരീഡിനുള്ളിൽ നമ്മളുടെ മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മളുടെ ഭാവത്തിൽ നമ്മുടെ ആബ്സെൻസിൽ നമ്മളായിരിക്കും ചിലപ്പോ നമ്മുടെ വീടിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻകംഡ് ആയിട്ടുള്ള ആള് മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട് എന്ന് പറയുന്നത് അല്ലെ അവിടുത്തെ ഒരു ഇൻകം ആണ് നിലയ്ക്കുക ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലും ഇൻകം എന്താ പറയാ നമ്മളുടെ ഇൻഷുറൻസ് കമ്പനി ആ ഒരു പൈസ തന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതാണ് ആദ്യം സംഭവിക്കുന്നത്, ഒന്നില്ലെങ്കിൽ മെച്യൂരിറ്റി ഡേറ്റ് അല്ലെങ്കിൽ ഡെത്ത് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ക്ലയന്റ്, ആ ഒരു കസ്റ്റമറുടെ അല്ലെങ്കിൽ ആ ഇൻഷുറൻസ് ഹോൾഡർ ഇൻഷുർഡിന്റെ മരണമാണോ അല്ലെങ്കിൽ മെച്യൂരിറ്റി ഡേറ്റ് ആണോ ഏതാണ് സംഭവിക്കുന്നത്, അപ്പോഴാണ് നമുക്ക് ആ ഇൻഷുറൻസിന്റെ പേയ്മെന്റ് കിട്ടുക. അതില് ബെനിഫിറ്റ് കൂടുതലുള്ളത് മരണത്തിനാണ്. കാരണം മരണത്തിന്റെ സമയത്ത് നമ്മൾ അടച്ച എമൗണ്ട് പ്ലസ് ഈ പറഞ്ഞിരിക്കുന്ന സം അഷ്വേർഡ് ഇത് അങ്ങനെ കിട്ടും. അതായത് ഇറ്റ് ബിക്കംസ് ഡബിൾ, ഏകദേശം ഒരു ഇരട്ടി പൈസയുടെ അത്രയൊക്കെ നമ്മളുടെ എമൗണ്ട് ആയിട്ട് കിട്ടും. മനസ്സിലായോ? അതേസമയം ഇൻ കേസ് ഓഫ് എനി ഇഞ്ചുറി ഓർ ഡിസീസ്, അതിന്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളാണ് വരുന്നതെങ്കിൽ അതിൻ്റെതായ പേയ്മെന്റ് ആ എമൗണ്ട് സം അഷ്വേർഡ്, എത്ര രൂപയുടെ ഇൻഷുറൻസ് ആണോ നമ്മൾ എടുത്തിരിക്കുന്ന ആ സം അഷ്വേർഡ് ആയിരിക്കും നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ അതിനുള്ള കാൽക്കുലേഷൻസ് ഒക്കെ നോക്കും, എത്ര രൂപയാണ് ഇവർക്ക് കൊടുക്കേണ്ടി വരിക, അതിന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒക്കെ ഉണ്ട്, ഒരു ക്ലോസ് ഒക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് എത്ര ഇൻഷുറൻസ് കൊടുക്കുക എന്നൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തായിരിക്കും ഇൻഷുറൻസ് കമ്പനി അതിന്റെ പേയ്മെന്റുകളൊക്കെ കൊടുക്കുക. ഓക്കെ, അപ്പൊ അതുപോലെ ഓരോ ഇൻഷുറൻസും. അപ്പൊ ഇങ്ങനെയൊക്കെ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് ഈ പൈസയൊക്കെ നമ്മുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് എത്തണം. സോ ഹൗ ഇറ്റ് റീച്ചസ് ദ ഹോസ്പിറ്റൽ. അപ്പൊ അത് ഹോസ്പിറ്റലിലേക്ക് ഈ ഒരു പേയ്മെന്റുകൾ എങ്ങനെ എത്തുന്നു, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ചില ആളുകളുണ്ട് ഹോസ്പിറ്റൽസിലും അതുപോലെ തന്നെ ഇതിന്റെ ഇടയിൽ, അതായത് ഇൻഷുറൻസ് എടുക്കുന്നവരുടെ ഇടയിൽ കുറച്ച് ആളുകളുണ്ട്. ഇവരെ വിളിക്കുന്ന പേരാണ് ആര്? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫോർ ഹെൽത്ത് ഇൻഷുറൻസ്. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഇടനിലക്കാർ തന്നെ അല്ലെ? തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ രണ്ടു കൂട്ടര് അതിന്റെ ഇടയിൽ ഒരാള് നമ്മൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരാൾ.
തേർഡ് പാർട്ടി ഇൻഷുറൻസ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അപ്പൊ ആരാണ് നമുക്ക് അവരെന്താണ് ചെയ്യുന്നത്, ആരാണ് ഇവര് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. TPA എന്നതിന്റെ ഷോർട്ടായിട്ട് പറയാം, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് മേ ബി എ കമ്പനി ഓർ മേ ബി എൻ ഓർഗനൈസേഷൻ ഓർ ആൻ ഏജൻസി. അതായത് ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് ഉള്ള ആളുകളുടെ ആ ഇൻഷുറൻസിന്റെ എമൗണ്ട് എന്ത് ചെയ്യുക, ഹോസ്പിറ്റൽസിലേക്കോ അല്ലെങ്കിൽ അവരിലേക്കോ എത്തിച്ചു കൊടുക്കാൻ തേർഡ് പാർട്ടി ആയിട്ട് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ആളുകളാണ്. ആളുകൾ എന്ന് പറയുമ്പോൾ മേ ബി കമ്പനി ആകാം, ഒരു ഏജൻസി ആകാം, ഒരു 2-3 പേര് കൂടി നടത്തുന്ന ഏജൻസി ആകാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനമാകാം. ഈ ഒരു കൂട്ടരാണ് എന്ത് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഹോസ്പിറ്റലൈസ്ഡ് ആയി, അപ്പൊ എനിക്ക് ഇൻഷുറൻസ് കിട്ടണം. അപ്പൊ എനിക്ക് നേരിട്ട് അത് കമ്പനിയുമായിട്ടൊക്കെ ചെയ്യുന്നതിൽ ചില തടസ്സങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇവർ ഇതിനിടയിൽ കിടന്ന് പ്രവർത്തിച്ചോളൂ. കാരണം ഇവർക്ക് ഓൾറെഡി IRDA അതിനുള്ള ലൈസൻസ് കൊടുത്തിരിക്കുകയാണ്. They can act as a third party between the insured and insurer and also the hospital. ഹോസ്പിറ്റലിനും ഇൻഷുറിനും ഇൻഷുറർക്കും ഇടയിൽ എന്താ പറയാ, ഒരു ഇടനിലക്കാരായിട്ട് ഇന്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കാനുള്ള ലൈസൻസ് ആര് കൊടുത്തിട്ടുണ്ട്? ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി IRDA കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളെ ആക്സിഡന്റോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്ലെയിം കിട്ടണമെന്ന് അറിയിക്കുകയാണ്. അപ്പൊ ഈ തേർഡ് പാർട്ടിക്കാർ അതിന്റെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ക്യാരി ഫോർവേഡ് ചെയ്യും. മനസ്സിലായോ? ഇൻഷുറൻസ് എനിക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയി വേഗം കാശ് തന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടക്കുന്നില്ല, ഇതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എല്ലാം നല്ല രീതിയിൽ ആ സർവീസ് ഒക്കെ ചെയ്തു കൊടുക്കുക. ആ പേഷ്യന്റിന്, ഹോസ്പിറ്റലൈസ്ഡ് ആയ പേഷ്യന്റിന് ക്വാളിറ്റി ട്രീറ്റ്മെന്റ് കിട്ടുന്നത് വരെ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. ദാറ്റ് മീൻസ് ലൈക്ക് സെലക്ടിങ് ദ ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽസ്. ഈ രോഗിനെ എവിടെ കൊണ്ടുപോകണം, രോഗം വന്നു അല്ലെങ്കിൽ ഇത് ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന ഒരു പേഷ്യന്റ് ആണ്, ഇന്ന ഹോസ്പിറ്റലിലാണ് നല്ല ക്വാളിറ്റിയുള്ള സർവീസ് കിട്ടുന്നത്, അതൊക്കെ തിരഞ്ഞെടുത്ത് കൊടുക്കാൻ, ഇൻഷുറൻസിന്റെ എമൗണ്ട് അവരിലേക്ക് എത്തിക്കാൻ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് IRDA തന്നെ ലൈസൻസ് കൊടുത്തിരിക്കുന്ന കമ്പനിയോ ഏജൻസിയോ ഓർഗനൈസേഷനോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? TPA അല്ലെങ്കിൽ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് വിളിക്കുക. മനസ്സിലായോ? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആരാണെന്ന് ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? All of you? Okay. അപ്പൊ ഇല്ലേ, അതൊന്ന് അണ്ടർലൈൻ ചെയ്യുന്നേ. ഇത് TPA or third party administrator is a company, agency, organization. ഓറാണ് ഇട്ടേക്കണം. or പകരം അവിടെ സ്ലാഷ് ഇട്ട് വെച്ചേക്കണം കേട്ടോ. That holds a license from Insurance Regulatory Development Authority to process claims. അത്ര മതി. To process claims. ക്ലെയിമുകളൊക്കെ പ്രോസസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് ലൈസൻസ് ലഭിച്ചിരിക്കുന്ന കമ്പനിയെയോ ഏജൻസിയെയോ ഓർഗനൈസേഷനെയോ ആണ് നമ്മൾ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് വിളിക്കുക. അത്ര മതി. പ്രോസസ് ക്ലെയിം വരെ മതി അണ്ടർലൈൻ ചെയ്തിട്ട്. മനസ്സിലായോ? ബാക്കി അതായത് ക്ലെയിം പ്രോസസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സേവനവും കൊടുക്കുക എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ തെരഞ്ഞെടുക്കുന്നത് മുതൽ കാശ് ഇവരുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് വരെയുള്ള കാര്യങ്ങൾ ഏജൻസിയുടെ എല്ലാം പ്രവർത്തിക്കുന്നത് ഇവരാണ്. അപ്പൊ നമ്മൾ വലിയ കാര്യമായിട്ട് ഓടി നടക്കണ്ട. അതിന് ചിലപ്പോൾ അവർക്കൊരു നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരാൾ എന്തെങ്കിലും ചെയ്യുമ്പോ അവരുടെ ഉദ്ദേശം എന്താ? അവരുടെ ഉദ്ദേശം എന്തായിരിക്കും? ഞാൻ ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളൊന്നും അറിയണ്ട, ഇതൊക്കെ ഞാൻ ചെയ്തു തന്നോളാം എന്ന് പറയുമ്പോ അത്തരം ആൾക്കാർക്കിടെ ഉദ്ദേശം എന്താ? തീർച്ചയായിട്ടും സം ഇൻകം, അവർക്കൊരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി ട്രിപ്പൊക്കെ പോകുമല്ലോ, അവിടേക്ക് നമുക്ക് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ സ്റ്റേ ചെയ്യണം എന്ന് വിചാരിക്കാം. നമ്മൾ ചിലപ്പോഴൊക്കെ നമുക്ക് അവിടെ പരിചയമുള്ളവർ അങ്ങനെയുള്ള ചില ഇന്റർമീഡിയറീസ് ഉണ്ട്, ഇതുപോലെ ഇടയ്ക്ക് നിൽക്കുന്ന ബ്രോക്കേഴ്സ് പോലെയുള്ള ആൾക്കാർ. അവരെ നമ്മൾ സെറ്റ് ചെയ്യും. ഞങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്, അവിടെ നമുക്കൊരു പറ്റിയൊരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു റൂം നമുക്ക് നല്ല രീതിയിലുള്ളത് എല്ലാ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു റൂം നമുക്കൊന്ന് സെറ്റ് ചെയ്ത് തരണം. സോ ദേ ആർ ഫങ്ഷനിങ് ഫോർ ആൻ ഇൻകം. തീർച്ചയായിട്ടും അവർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന അങ്ങനത്തെ ഒരു ഏജൻസി ഉണ്ടെങ്കിൽ അവരുടെ ഒരു വരുമാനത്തിന് വേണ്ടി അവർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും അതെ, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററും ഒരു ജോലി പോലെയാണ്, ഒരു തൊഴിലാണ് അവരുടെ. ഈ പറയുന്ന ഇൻഷുറൻസ് ഹോൾഡേഴ്സിന്റെ ഇൻഷുറൻസിന്റെ എമൗണ്ട് അവർക്ക് കിട്ടുന്നത് വരെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഇൻക്ലൂഡിങ് സെലക്ഷൻ ഓഫ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽസ്. നല്ല ഹോസ്പിറ്റൽസ്, നല്ല സേവനം നൽകുന്ന ഹോസ്പിറ്റൽസ് തെരഞ്ഞെടുത്ത് കൊടുക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഇതാണ്, അപ്പൊ വേഗം തന്നെ എനിക്ക് ഇങ്ങനെ അച്ഛന് അല്ലെങ്കിൽ അമ്മയ്ക്ക് അല്ലെങ്കിൽ എനിക്ക് അസുഖമാണ്, പെട്ടെന്ന് തന്നെ ഇപ്പൊ തീരെ സീരിയസ് ആയിട്ടുള്ളവരെന്ന് അങ്ങനെ ചിലപ്പോൾ അവർക്ക് തന്നെ വിളിച്ച് പറയാൻ പറ്റില്ല.
ഇപ്പൊ അവരുടെ കൂടെയുള്ള ഏറ്റവും എന്താ പറയാ ലീഗൽ ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവ്സ് ആരെങ്കിലും ഒരു വിളിച്ചു പറയും, അപ്പൊ നമ്മുടെ ഇൻഷുറൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ അവരെ അങ്ങനെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇൻഷുറൻസിന്റെ നമ്പറൊക്കെ കൊടുത്താൽ മതി, എവറിത്തിങ് വിൽ ബി ഡൺ ത്രൂ ദം. അവരുടെ കൂടെ എല്ലാ കാര്യവും ചെയ്തിരിക്കും. ഓക്കെ, ഇനി TPSന്റെ ഇന്റർമീഡിയറീസിന്റെ പ്രത്യേകത, ഇവര് ഇറ്റ് ഈസ് ദേർ ബ്രിഡ്ജ് അല്ലെങ്കിൽ ലിങ്ക് ബിറ്റ്വീൻ ഇൻഷുറൻസ് പ്രൊവൈഡർ ആൻഡ് ഇൻഷുർഡ്. ഇൻഷുററും ഇൻഷുർഡ് തമ്മിലുള്ള ഒരു ലിങ്ക് എന്നോ ഒരു പാലം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ ഞാൻ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നു, എനിക്ക് വയ്യാണ്ടായി ഹോസ്പിറ്റലൈസ് ആയി, നമ്മൾ TPA-ലേക്ക് ആദ്യം അറിയിക്കുന്നു, ഇൻഷുറൻസ് നമ്പർ ഒക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു, എല്ലാ കാര്യവും അവർ ചെയ്യണമെന്ന്. അപ്പൊ ഞങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ പോകണം, അവർ തന്നെ പറയും നമ്മളോട് ഇന്ന ഹോസ്പിറ്റലിലാണ് ഇന്ന രോഗത്തിന് ഏറ്റവും നല്ല ക്വാളിറ്റി ട്രീറ്റ്മെന്റ് കിട്ടുക. സോ അവർ സജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ പോകുന്നു, ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നു. അപ്പൊ എനിക്ക് ഇൻഷുറൻസ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു പ്ലാൻ ആണെന്ന് വിചാരിക്കാം, ഇപ്പൊ ബജാജ് അലയൻസിന്റെ ഹെൽത്ത് കാർഡ് അങ്ങനെ എന്തെങ്കിലും. അപ്പൊ അവരെ നമ്മളെ തമ്മിൽ ബന്ധിപ്പിക്കും. ബജാജ് ഹെൽത്ത് കാർഡിനോട് അവര് കാര്യം അറിയിക്കും, ഇന്ന പോളിസി ഹോൾഡറിൽ ഇന്ന രീതിയിൽ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, അവർക്ക് വേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇത് ബാക്കിയിട്ട് അവർ ചെയ്യും. അപ്പൊ ഒരു ഇടനിലക്കാരൻ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നു. അപ്പൊ ഈ പറയുന്ന TPA-യുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, TPA-യുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ ആരൊക്കെയാന്ന് ചോദിച്ചാൽ ഇൻഷുറൻസ് കമ്പനി, പിന്നെ ഇൻഷുർഡ്, പിന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഇവരെ മൂന്നുകൂട്ടം ബന്ധിപ്പിക്കണ്ടേ? ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആള് അവരെയാണ് ഇൻഷുർഡ് എന്ന് വിളിക്കാം. ഒന്നാമത്തേത് ഇൻഷുറൻസ് പറഞ്ഞ ഇൻഷുറൻസ് കമ്പനിയാണ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, ആരാണ് ഇവരെ ശുശ്രൂഷിക്കാൻ പോകുന്നത്? ഇവര് മൂന്ന് കൂട്ടരുമാണ് ഈ നമ്മുടെ TPA-യുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ. അത് നമുക്ക് കൊടുത്തിരിക്കുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻവോൾവ് ഇൻ TPA എന്ന് വേണോട്ടാ. ആ ഒരു സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ TPA-യിൽ ബന്ധപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണ്? ഇൻഷുറൻസ്, ദാറ്റ് മീൻസ് ഇൻഷുറൻസ് കമ്പനി, ഹെൽത്ത് കെയർ പ്രൊവൈഡർ, ഇൻഷുർഡ്. ക്ലിയർ ആയോ? മനസ്സിലായ? ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുമ്പോൾ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്: സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻവോൾവ്ഡ് ആർ എന്നല്ല പഠിക്കേണ്ടത്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ TPA എന്ന് തന്നെ പഠിക്കണം. അതായത് TPA എന്ന് പറയുന്നത് തേർഡ് പാർട്ടി. നമ്മള് ഇങ്ങനെ പറയൂലേ, ഒരു ബ്രോക്കർ എന്നൊക്കെ പറയില്ലേ, ഒരു ബ്രോക്കറിന്റെ ജോലി എന്താ? എന്തെങ്കിലും വിൽക്കാനും വാങ്ങാനും ഒക്കെ ഉള്ള ആൾക്കാരുടെ ഇടയിൽ ബ്രോക്കേഴ്സ് ഉണ്ടാവാറുണ്ട്. മാരേജിന് ബ്രോക്കേഴ്സ് ഉണ്ടായി, ഇപ്പൊ അതൊക്കെ മാറി തോന്നുന്നു, കുറെ ബ്രോക്കേഴ്സ് ഒന്നും ഇല്ല. കാരണം ഇതൊക്കെ ഇന്ന് ഓൺലൈൻ സെറ്റിംഗ്സ് ആണ് ഇപ്പൊ ഒക്കെ. അപ്പൊ ഈ ഓൺലൈൻ എന്ന് പറയുന്നത് ഒരു ബ്രോക്കേഴ്സ് ആണ്, ഓൺലൈൻ ആയിട്ടുള്ള മാരേജ് ബ്യൂറോസ് ആണ് ഇപ്പൊ കൂടുതലും ഉള്ളത്, അല്ലെ? നമ്മളിപ്പോ പ്രായം കുട്ടികൾ അല്ല, പോയിന്റിൽ ആഡ് ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. പോയിന്റിൽ ആഡ് ചെയ്യാന്നല്ലടാ, നമ്മളുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോ TPA എന്നല്ലേ ഹെഡിങ്. TPA-യുമായിട്ട് ബന്ധപ്പെട്ട ആരാണെന്ന് ആ സെന്റൻസിൽ അത് പഠിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ആഡ് ചെയ്ത് പഠിക്കണം. വേണമെങ്കിൽ അവിടെ ചോദിച്ചോ, the stakeholders involved in TPA are as follows. Okay, ശരിയോ? അത്രേ ഉള്ളൂ, വേറെ കൂടുതലൊന്നും ആഡ് ചെയ്ത് ചേർക്കേണ്ടതല്ല. കാരണം അത് ഇവിടെ ഈ ടോപ്പിക്കിനകത്ത് വരുമ്പോ അത് TPA-യുടെ ഹെഡിങ്ങിലല്ലേ വരണേ, അതുകൊണ്ട് അത് നമ്മൾ അങ്ങനെ വായിച്ചു പോകും. പക്ഷെ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ ക്വസ്റ്റ്യൻ ഇന്ന സെന്റൻസിൽ വരുമ്പോ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻവോൾവ്ഡ് ആർ, എന്ത് ബന്ധപ്പെട്ടവർ ഇവരൊക്കെയാണ്, എന്തുമായി ബന്ധപ്പെട്ടവര്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, സ്റ്റേക്ക് അല്ല സ്റ്റേക്ക്, ഇവിടെ സ്റ്റേക്ക് തന്നെയാണല്ലോ കിടക്കുന്നത്, STAKE, ബന്ധപ്പെട്ടവർ. ഓക്കെ, യെസ്. അടുത്തത് ഇനി who are TPAs, what they do. ഇനി നമുക്ക് നോക്കാം ആരാണ് ഈ TPAs, എന്താണ് TPAs സാധാരണ ചെയ്യുന്നത്. പറഞ്ഞ കാര്യമൊക്കെ തന്നെയാണ്, ഇത്രയും കാര്യമുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞ സാധനം തന്നെയാണ് ഇവർ ചെയ്യുന്നത്. അവര് അതിന്റെ ആ പോയിന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാൻ കാണാൻ വേണ്ടി എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു IRDA സ്പെഷ്യൽ ആയിട്ടുള്ള ലൈസൻസ് കിട്ടിയവരാണ്. ആ കിട്ടിയ കമ്പനിന്നോ ഏജൻസിന്നോ അല്ലെങ്കിൽ എന്താ പറയാ ഓർഗനൈസേഷനൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അവർക്ക് എന്താ പറയാ ഒരു അധികാരമുണ്ട്. ഈ പറയുന്ന ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന ഇൻഷുററിന്റെ കയ്യിൽ നിന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റോ എന്തൊക്കെയൊക്കെ കവറേജോ എന്താണെന്ന് വെച്ചാൽ അത് എത്തിച്ചു കൊടുക്കുക. മാത്രമല്ല നല്ല നല്ല ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് തെരഞ്ഞെടുത്ത് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ദ TPA ഹാവ് ടു മെയിൻറ്റെയിൻ ഇൻ ദെയർ ഓൺ ഹൗസ്, അതായത് അവർക്ക് തന്നെ അവരുടെ ഹൗസിൽ എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ഗ്രൂപ്പില്, അവരുടെ ആ ഒരു ഏജൻസിയിൽ അവർ കുറച്ച് ആൾക്കാരെ നേരത്തെ കൂട്ടി കണ്ടെത്തി വെച്ചേക്കണം. എന്ന് വെച്ചാൽ TPA എന്ന് പറയുന്ന ആളുകളുടെ ഒരു ഇതാണ്.
ഇപ്പൊ നമ്മുടെ പ്രദേശത്ത് ഏതെങ്കിലും ഒരു TPA ഏജൻസി ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവര് ആ ചുറ്റുവട്ടത്തുള്ള കുറച്ച് ഹോസ്പിറ്റൽസിനെ കുറിച്ച്, അവിടെയുള്ള കുറച്ച് ഡോക്ടേഴ്സിനെ കുറിച്ചിട്ട്, അത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ച ഡോക്ടേഴ്സ് ആയിരിക്കണം, അല്ലാത്തവരല്ല. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ മാനേജേഴ്സിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും ലീഗൽ ആയിട്ടുള്ള ചിലപ്പോൾ ആക്സിഡൻസ് ഒക്കെ പറ്റിയിട്ട് വന്നേക്കുന്ന കേസുകളായിരിക്കാം. അപ്പൊ ലീഗൽ എന്താ പറയാ അഡ്വൈസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ലീഗൽ എക്സ്പേർട്സിന്റെ, അതുപോലെ ഇൻഷുറൻസ് കൺസൾട്ടന്റിന്റെ, പിന്നെ IT നമുക്ക് ഇതുപോലെയുള്ള ചില കാര്യങ്ങൾക്ക് ഇൻഫർമേഷൻസ് പെട്ടെന്നൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മെയിൽ ചെയ്യണം. അപ്പൊ അതിന് കുറച്ച് ഇൻഫർമേഷൻ ടെക്നോളജി പ്രൊഫഷണൽസ്, IT പ്രൊഫഷണൽസ്, പിന്നെ മറ്റ് മാനേജ്മെന്റ് കൺസൾട്ടൻസ്, ആരെയൊക്കെ നമുക്ക് കൺസൾട്ട് ചെയ്യേണ്ടി വരും, അവരുടെയൊക്കെ മാനേജ്മെന്റ്. അപ്പൊ ഇവരുടെയൊക്കെ പേരോ അഡ്രസ്സോ വിവരങ്ങളോ ഒക്കെ ഇവരുടെ ആ ഒരു കയ്യിൽ ഉണ്ടായിരിക്കണം. കാരണം എപ്പോഴാണ് എവിടെ നിന്നാണ് ഇതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള TPA അന്വേഷിച്ച ആൾക്കാർ വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഇന്ന രോഗം, അപ്പൊ ഇന്ന ഹോസ്പിറ്റൽസിലേക്ക് പോകുക. അപ്പൊ ഹോസ്പിറ്റലിന്റെ പേര്, അവിടുത്തെ ഡോക്ടേഴ്സിന്റെ അഡ്രസ്സ് അല്ലെങ്കിൽ പേരോ അല്ലെങ്കിൽ നമ്പറോ വട്ടവർ ഇല്ല, അവർ ഐഡന്റിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ. അതും മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആളുകളാണ് അത്തരം ഡോക്ടേഴ്സിന്റെ മാത്രം. അല്ലാത്തവരുടെ ഒന്നും പേരും നമ്പറൊന്നും മേടിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇൻഷുറൻസ് എക്സ്പേർട്സിന്റെ, ലീഗൽ എക്സ്പേർട്സിന്റെ, ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഫഷണൽസ്, ഇങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ടായിരിക്കണം. അവരുടെ ഇൻഹൗസിൽ ഉണ്ടായിരിക്കണം എന്ന് മനസ്സിലായോ? അപ്പൊ എനിക്ക് ഇപ്പൊ മറ്റുള്ളവരോട് ഇന്നതാണ്, ഇന്ന ഹോസ്പിറ്റലിലേക്ക് പോകണം, നിങ്ങളുടെ ID നമ്പർ തരൂ, നിങ്ങൾക്ക് വേണ്ട ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇത് എവിടെ കൊണ്ടുപോയി ചികിത്സിക്കും? അപ്പൊ ആ ചികിത്സ കൊടുക്കേണ്ട സ്ഥലമൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? അറിയാണ്ട് ഞാനിത് അറിയാണ്ട് ഇവരുടെ സാധനമൊക്കെ മേടിച്ചിട്ട് ഞാൻ എവിടേക്കാൻ കൊണ്ടേ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ എന്താ പറയാ IDs അവരുടെ കയ്യിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഫോൺ നമ്പർ, അവരെ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഇവരുടെ കയ്യിലുണ്ടായിരിക്കും. അല്ലാണ്ട് ഇത് കൊണ്ടുവന്ന ആളുകള് ഇതിന് എമൗണ്ട് കിട്ടാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആണ്, എന്താ വേഗം ചെയ്യാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അപ്പോഴല്ല പോയി അയ്യോ ഞാനിത് എവിടെ പോയി ഏത് ഡോക്ടറെ വിളിക്കും, ഏത് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത്. അപ്പൊ അതിൽ അവരുടെ കയ്യിലുണ്ടാവും. മനസ്സിലായോ നമ്മുടെ പോയിന്റ്? ഇത്തരം ആളുകളുടെയൊക്കെ സഹായം ഇവർക്ക് വേണ്ടി വരും. അതുകൊണ്ട് ഇവരെയൊക്കെ ബന്ധപ്പെടാനുള്ള ഡീറ്റെയിൽസ് ഇവരുടെ കയ്യിൽ വേണം. ഇൻ ദെയർ ഓൺ ഹൗസ് മെഡിക്കൽ ഡോക്ടർ, ഒന്നാമത്തെ പോയിന്റ് അണ്ടർലൈൻ ചെയ്യണം. ആരൊക്കെ ആയിട്ട് ബന്ധം ഇവർക്ക് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇവർ ആരുടെയൊക്കെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് വെക്കണം. പെട്ടെന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇതുപോലെ ഇൻഷുറൻസ് വേണം എന്നുള്ള ആളുകൾ വന്നാൽ, ക്ലയന്റുകൾ വന്നാൽ ആരൊക്കെയാണ് ഇവർക്ക് ബന്ധപ്പെടാൻ പറ്റുക? ക്ലിയർ ആയോ? ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ. ആൻഡ് ഈ ടീം, ദാറ്റ് മീൻസ് ദ ടീം മീൻസ് TPA എന്ന് പറയുന്ന ടീം, ഈ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ടീം, they must have some relation between the professionals. ഈ പ്രൊഫഷണൽസുമായിട്ട് ഇടയ്ക്കൊക്കെ ഒരു ബന്ധമൊക്കെ പുതുക്കണം. കാരണം ഇവരില്ലാണ്ട് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ഈ പറയുന്ന ആൾക്കാരൊന്നും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് നിന്ന് തേർഡ് പാർട്ടിക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ തേർഡ് പാർട്ടി ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്, ഏതെങ്കിലും പേഷ്യൻസിനെ കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ക്ലെയിം കിട്ടാനെന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ഒന്ന് പറയുമ്പോ ആരുമായിട്ട് ഒരു ബന്ധമില്ലാണ്ട് ഞാനിവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. IRDA അവർക്ക് ഈ ഒരു ലൈസൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആളുകളുമായിട്ട് എപ്പോഴും ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം. ആ ക്ലെയിമിംഗ് പ്രോസസ്സ് കൃത്യമായിട്ട് സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെയൊക്കെ കയ്യിലുണ്ടായിരിക്കാം. ആൻഡ് ഓൾസോ they have to make sure that no false claims are done. ഇനി ഇത് ചിലപ്പോഴൊക്കെ കളക്ടറൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ ക്ലെയിമിനൊക്കെ വേണ്ടി വരും, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഇത്ര ഹോസ്പിറ്റലൈസ്ഡ് ആയി, അപ്പൊ അങ്ങനെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞും ക്ലെയിം ചോദിച്ചൊക്കെ ആൾക്കാർ വരാറുണ്ട്. പക്ഷെ കള്ളത്തരങ്ങളായിട്ടുള്ള ക്ലെയിംസ് ആണെങ്കിൽ അത് കണ്ടുപിടിച്ച് അങ്ങനെയുള്ള ക്ലെയിംസ് ഒന്നും കൊടുക്കാതെ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വെറുതെ വേണ്ടാത്ത കാര്യത്തിലൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാന്നൊക്കെ ഉറപ്പുവരുത്തണം. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ഇംപ്രൂവ് ദെയർ ക്വാളിറ്റി ഓഫ് സർവീസ്. അവരുടെ സർവീസ്, അവരെന്ത് സേവനമാണോ ചെയ്യുന്നത് അവരുടെ സർവീസ് മെച്ചപ്പെടുത്താൻ നോക്കണം. അപ്പൊ തെറ്റായ ക്ലെയിംസ് ഒക്കെ വരികയാണെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കണം. ഇത് തെറ്റായ ക്ലെയിം ആണല്ലോ, ഇത് നടന്നിട്ടില്ല, ഇങ്ങനെ ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടില്ല. ചിലപ്പോഴൊക്കെ പെട്ടെന്ന് അപ്പൊ തന്നെ ക്ലെയിം ഒന്നും കിട്ടില്ല, ഹോസ്പിറ്റലിലെ പേയ്മെന്റ് ഒക്കെ കൃത്യമായിട്ട് അപ്പൊ തന്നെ ഒന്നും കിട്ടില്ല. നിങ്ങൾക്ക് ചിലപ്പോ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം, ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് നമ്മള്, പക്ഷെ ഇൻഷുറൻസിന്റെ ക്ലെയിം ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് വന്നിട്ടില്ല. സോ അങ്ങനെ വരുമ്പോ എന്ത് പറ്റും? പേഷ്യന്റിന്റെ ആൾക്കാർ അല്ലെങ്കിൽ പേഷ്യന്റ് തന്നെ അവിടെ പേയ്മെന്റ് എല്ലാം നടത്തി പോരണം തൽക്കാലം. കാരണം ഇത് കൊടുത്തു തീർക്കട്ടെ, അതുവരെ ഞാൻ അവിടെ കിടക്കാമെന്ന് വിചാരിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. ആഫ്റ്റർ ദ ട്രീറ്റ്മെന്റ് ഇഫ് വി ആർ ഓക്കെ വി ഹാവ് ടു റിട്ടേൺ. നമ്മള് ഓക്കെ ആണ്, ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു, നമ്മൾ പോരണം ഡിസ്ചാർജ് ചെയ്ത്. അപ്പൊ പക്ഷെ ഇതിന്റെ ക്ലെയിമിന്റെ സാധനങ്ങളൊന്നും നമ്മൾ ശരിയായിട്ടില്ല, കംപ്ലീറ്റ് ചെയ്തില്ല. എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആകണം,
എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്താലേ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ കിട്ടാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യും, നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നു. പക്ഷെ വി ഹാവ് എ ചാൻസ് ഓഫ് റീഇംബേഴ്സ്മെന്റ്. പക്ഷെ നമുക്ക് അവിടെ ചെലവായ കാശ് നമുക്ക് റീഇംബേഴ്സ് ചെയ്തെടുക്കാനുള്ള സാധ്യതകളുണ്ട്. ഇച്ചിരി വൈകുമായിരിക്കും, മനസ്സിലായോ? അപ്പൊ ഇതുപോലെ ചിലപ്പോൾ ചില ആൾക്കാർ ഇത്ര ദിവസം കിടന്നു, ഇത്രയായി, അത് ഇതെന്നൊക്കെ പറഞ്ഞ് വല്ല തെറ്റായ ബില്ലുകളും മറ്റൊക്കെ കൊണ്ടത് പ്രൊഡ്യൂസ് ചെയ്ത് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ അത് തെറ്റാണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവും TPAക്ക് ഉണ്ടായിരിക്കണം എന്ന്. മനസ്സിലായോ? രണ്ടാമത്തെ സെന്റൻസ് മനസ്സിലായോ? ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കിയാ രണ്ടാമത്തെ സെന്റൻസ് വായിച്ചു നോക്കുക തന്നെത്താനെ. The team of these professionals. These professionals എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കുറച്ച് ആൾക്കാരുടെ പേരൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇവരൊക്കെ അതുപോലെ തന്നെ TPS have to have the relation എന്ന് പറഞ്ഞ റിലേഷൻ ആണ് with the customers for streamlining the claim process. ക്ലെയിം പ്രോസസ് കൃത്യമായി നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ദർ ആർ നോ ഫോൾസ് ക്ലെയിംസ്, ആരും തന്നെ തെറ്റായ രീതിയിൽ ക്ലെയിം ചെയ്തിട്ടില്ല എന്നും, ആൻഡ് ഓൾസോ ലിമിറ്റ് അൺവാണ്ടഡ് ട്രീറ്റ്മെന്റ്സ്, വേണ്ടാത്ത രീതിയിലുള്ള ചികിത്സകൾ കൊടുക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ദസ് എൻഹാൻസിങ്, അങ്ങനെ നമ്മളുടെ സ്വന്തം സേവനങ്ങള് വളരെ ക്വാളിറ്റി ഉള്ളതാണെന്ന് ഉറപ്പുവരുത്തണം. മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, സോ വൈ ദിസ് TPS ആർ ഫംഗ്ഷനിങ്. എന്തിനാണ് അപ്പൊ TPS ഇങ്ങനെ ചെയ്യുന്നത്? അപ്പൊ നമുക്കിപ്പോ അവർക്ക് എനിക്കിപ്പോ എന്തെങ്കിലും ഉപകാരം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ചെറിയ ഉപകാരം ഒന്നുമല്ല, ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ആരെങ്കിലും ഇതുപോലെ സോഷ്യൽ സർവീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഉണ്ട്. സാമൂഹ്യ സേവനം, മറ്റുള്ളവർക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു പൈസയും ഈടാക്കാതെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലെ? അത് തന്നെ കമ്മീഷന് വേണ്ടിയിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ഇൻകം നമുക്ക് നേടുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം അല്ലെ? ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോ നമ്മള് ഓൺലൈൻ സൈറ്റുകളുണ്ട്, ഇഷ്ടംപോലെ ഓൺലൈൻ സൈറ്റുകളുണ്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഓഫർ ചെയ്യുന്ന. നമ്മളിപ്പോ നമ്മളുടെ പേര്, നമ്മുടെ ക്വാളിഫിക്കേഷൻ മറ്റൊക്കെ ആയിട്ട് ഒരു ചെറിയ എമൗണ്ട് 500-1000 രൂപയിൽ ഒരു രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ PSC അല്ലാതെ പ്രൈവറ്റ് ആയിട്ടുള്ളവരുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്ന രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒക്കെ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഇക്വലന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ജോബ് ഓഫേഴ്സ് വന്നെങ്കിൽ ഇവർ നമ്മളെ അറിയിക്കും. അതൊക്കെ അത് ഇങ്ങനെ വർഷത്തിൽ വന്നിട്ട് എല്ലാ വർഷവും ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം. ഒരു വർഷത്തിനുള്ളിൽ എവിടെയെങ്കിലും വന്നു കഴിയുമ്പോൾ നമ്മളെ അറിയിക്കുന്നു. അപ്പൊ അവരതെന്തിനാ ആ ഒരു സർവീസ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഫോർ സം ഇൻകം, അവരുടെ ഒരു ഇൻകമിന് വേണ്ടിയാണ്. അങ്ങനത്തെ ഒരുപാട് അതുപോലെയുള്ള പ്രൈവറ്റ് ഫേംസുകളൊക്കെ ഇന്ന് കൂണ് പോലെ മുളച്ചു വരുന്നുണ്ട്. എല്ലാത്തിനും ഇടനില അതന്നെ ജോബ് കൺസൾട്ടിങ് ഏജൻസീസ് ഒക്കെ പോലെ. യെസ്, അത് തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെ ഒരു സാധനമാണ് ഇത്, ഇൻഷുറൻസിനെ കൺസൾട്ട് ചെയ്യാനുള്ള ഒരു ഏജൻസി, ഒരു കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, അതാണ് TPA എന്ന് പറയുന്നത്. സോ ദേ വർക്ക് ഫോർ സം കമ്മീഷൻ. അത് അവർക്ക് ഒരു കമ്മീഷൻ വേണ്ടിയിട്ടാണ്, ഒരു ഫീസ് എന്നാണ് പറയുക അതിനെ. TPAക്കും ഒരു ഫീസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ, വിച്ച് ഈസ് 5.5% ഓഫ് ദ പ്രീമിയം എമൗണ്ട്. ആ ഏത് ഇൻഷുറൻസ് ആണ് എടുത്തേക്കണേ അതിന്റെ പ്രീമിയം ഉണ്ടാവുമല്ലോ, പ്രീമിയം അടയ്ക്കുന്ന അതിന്റെ 5.5% എന്നാണ് പറയുന്നത്. 5.5% ഓഫ് ദ പ്രീമിയം എമൗണ്ട്. പ്രീമിയം എമൗണ്ടിന്റെ 5.5% അപ്പൊ ആർക്കുള്ളതാണ്? TPAയുടെ ഫീസ് ആയിട്ട് കൊടുക്കേണ്ടി വരും. ആ മൂന്നാമത്തെ സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. 1ഉം 3ഉം ആണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. പറഞ്ഞോട്ടെ അടുത്തത്. Now let's see what are the roles of TPA in health insurance. Health ഇൻഷുറൻസിനകത്ത് നമ്മുടെ TPAയുടെ റോൾ എന്താണ്, എന്ത് പങ്കാണ് ഇവർ വഹിക്കാനുള്ളത്? നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. കുറച്ച് പോയിന്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ, കണക്ഷൻ ബിറ്റ്വീൻ ഇൻഷുറൻസ് കമ്പനി ആൻഡ് ദ പോളിസി ഹോൾഡർ. തീർച്ചയായിട്ടും TPA എന്ന് പറയുന്നത് കണക്ടറാണ്, ഒരു കണക്ഷൻ ആണ്. ഒരു പൈപ്പായിട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ കണക്ടേഴ്സ് ഉപയോഗിക്കില്ല. അതുപോലെ ഇവിടെ ഇൻഷുററും ഇൻഷുറൻസ് ഹോൾഡറും തമ്മിലുള്ള ഒരു കണക്ഷൻ ആർക്കുണ്ട്? ഇവിടെ TPS ഉണ്ട്. അപ്പൊ TPS ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, നേരിട്ടോ അല്ലെങ്കിൽ നേരിട്ടല്ലാതെയോ ഒക്കെ പോളിസി ഹോൾഡറുമായിട്ടൊക്കെ മീറ്റ് ചെയ്ത് അവരുടെ ഹോസ്പിറ്റലൈസേഷൻ ക്ലെയിം കേസസ് ഒക്കെ തന്നെ
എന്ത് ചെയ്യുക, പ്രോസസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് TPA ജോലി. അപ്പൊ ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുർഡും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ഇൻഷുറൻസിന് അവരുടെ ക്ലെയിമുകളൊക്കെ പ്രോസസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. അതിന് വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യുന്നറിയാമോ, ഇവർക്ക് ഒരു യൂണിക് ഐഡന്റിഫിക്കേഷൻ, ഒരു നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും വിത്ത് ആൻ ID കാർഡ്. ID കാർഡ് ഉൾപ്പെടെ എന്താണ് ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ആ നമ്പർ ഓർ ഐഡന്റിഫിക്കേഷൻ കാർഡ് വിൽ ഹെൽപ് ദം ടു സെറ്റിൽ ദ ക്ലെയിം. ഈ ക്ലെയിമുകൾ സെറ്റിൽ ചെയ്യാൻ ഈ കാർഡ് അല്ലെങ്കിൽ ഈ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉപയോഗിക്കാം. ആ കാർഡിന്റെ അകത്ത് നമ്പർ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോ കസ്റ്റമർ ആയിട്ടുള്ള ഇൻഷുർഡിനെയും അത് ഇൻഷുറൻസ് കമ്പനിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇടനിലക്കാരാണ് നമ്മുടെ TPA. ഇവരുടെ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകളൊക്കെ ക്ലെയിമുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ട് പോളിസി ഹോൾഡർക്ക് ഇവര് ഒരു ID കാർഡ് വിത്ത് ആൻ ഐഡന്റിഫിക്കേഷൻ നമ്പർ, ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉപയോഗിച്ചിട്ടുള്ള ഒരു കാർഡ് കൊടുത്തിട്ടുണ്ടാവും. ഈ കാർഡ് ഉപയോഗിച്ച് ഇവരുടെ ക്ലെയിംസ് സെറ്റിൽ ചെയ്യാൻ പറ്റും. ആണ് ഇവർ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യം. ക്ലിയർ ആയോ? അതില് ഈ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ഒന്നാമത്തെ സെന്റൻസിൽ ഒന്നാമത്തെ പോയിന്റിൽ സെക്കൻഡ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ദെൻ ഇനി എന്താ ചെയ്യുന്നത് ഇവര്? ഇനി ഇതൊക്കെ ഇവരിങ്ങനെ സെറ്റിലേക്ക് ചെയ്തു കൊടുക്കൂലേ? അപ്പൊ അവര് ആർക്കൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരെ സർവീസ് ചെയ്തു കൊടുക്കുന്നത്, അവരുടെ ഒരു റെക്കോർഡ്സ് എപ്പോഴും ഉണ്ടായിരിക്കണം കയ്യിൽ. അതായത് ഏതൊക്കെ പോളിസി ഹോൾഡേഴ്സിന് ഇവര് ഇങ്ങനെയുള്ള സഹായ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അപ്പൊ പേഷ്യന്റ് അഡ്മിറ്റ് ആകുമ്പോൾ തുടങ്ങി അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യണം. കാരണം പിന്നീടൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് TPA aids in maintaining necessary records related to the policy holders when they are admitted as patients. പേഷ്യൻസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത് മുതല് ഇൻഷുറൻസ് ക്ലെയിം ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കണ്ടേ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഡ്മിറ്റ് ചെയ്യുന്നത് മുതല് ഇവരുടെ ചില കാര്യങ്ങളൊക്കെ ഇവര് ചോദിച്ചൊക്കെ അറിഞ്ഞതൊക്കെ റെക്കോർഡായിട്ട് ഇവര് മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നീട് പല രീതിയിലുള്ള ഡിസ്പ്യൂട്ട്സ്, തർക്കങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഇവർക്കത് നോക്കാൻ പറ്റും. അതൊക്കെ അവോയ്ഡ് ചെയ്യാനാണ് കേട്ടോ. പിന്നെ ക്ലെയിം സെറ്റിൽമെന്റ് ആണ് അടുത്തതായി ഇവർ ചെയ്യുന്നത്. അതായത് ദേ കോർഡിനേറ്റ് ബിറ്റ്വീൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ഇൻഷുറൻസ് കമ്പനി. ഇൻഷുറൻസ് കമ്പനി ആർക്ക് പൈസ കൊടുക്കണം? ഹോസ്പിറ്റൽസിന് പൈസ കൊടുക്കണം അല്ലെ, പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടില്ല. അങ്ങനെയുള്ളതൊക്കെ കൊടുക്കാൻ ഇൻ ദ കോഴ്സ് ഓഫ് ക്യാഷ്ലെസ് ക്ലെയിം, അതായത് ക്യാഷ് ആയിട്ടല്ല ക്ലെയിം ആയിട്ട് അതൊക്കെ സെറ്റിൽ ചെയ്യാനും നമ്മുടെ TPA ആണ് പ്രവർത്തിക്കുക. ദാറ്റ് മീൻസ് ദേ പ്രൊവൈഡ് ബാക്ക് എൻഡ് സപ്പോർട്ട്. തുടക്കം മുതൽ അവസാനം വരെയുള്ള സപ്പോർട്ട് TPA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രം ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പേഷ്യന്റ് ടു ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റ് അഡ്മിറ്റ് ആകുന്നത് മുതല് അവസാനം വരെ ക്ലെയിം ഇവരുടെ കയ്യിലേക്ക് എത്തുന്ന വരെയുള്ള സപ്പോർട്ട് ആര് ചെയ്യുന്നുണ്ട്? TPA പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലിയർ ആയോ? TPA അത് ഉറപ്പ് കൊടുക്കുന്നുണ്ട്, ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ക്ലിയർ? TPS ഓഫേഴ്സ് ബാക്ക് എൻഡ് സപ്പോർട്ട് ആണ് കേട്ടോ. ഇനി ആൻഡ് ഓൾസോ ഇവര് ബാക്ക് എൻഡ് സപ്പോർട്ട് കൊടുക്കുന്നത് പോലെ തന്നെ TPS ഓഫർ ദയർ സർവീസ് 24/7, അതായത് 24/7. ദാറ്റ് മീൻസ് 7 days ഓഫ് ദ വീക്ക്, 7 ദിവസവും ഒരു ആഴ്ചയുടെ 7 ദിവസവും ഇവര് കംപ്ലീറ്റ് ഒരു സപ്പോർട്ട് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. That means any time the policy holders can enquire something and also get their feedback. എപ്പോ വേണമെങ്കിലും വിളിച്ച് ഇവരുടെ പോളിസിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് എൻക്വയറീസ് നടത്താനാണെങ്കിൽ അത് ചോദിക്കാം. അതിനുള്ള ഫീഡ്ബാക്ക് ഒക്കെ അവർക്ക് കിട്ടാം. അതുകൊണ്ട് തന്നെ ഇത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സർവീസ് ആണ്. ഫുൾ ടൈം സപ്പോർട്ട് ആണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മുടെ TPA പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോ അതുകൂടി അണ്ടർലൈൻ ചെയ്യണം. മോസ്റ്റ് ഓഫ് ദ TPS have a 24/7 customer support in which policy holders can raise their enquiries and get feedback. എപ്പോ വേണമെങ്കിലും കാര്യങ്ങൾ ചോദിക്കാം, അറിയാം, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് വാങ്ങിക്കാം. And also the TPS provide some additional services such as ambulance, medical supplies, etc. ഇനി ഈ പറയുന്ന സൗകര്യങ്ങളും സേവനങ്ങളൊക്കെ കൊടുക്കുന്ന ക്യാഷ്ലെസ് ക്ലെയിം മാത്രം വാങ്ങിച്ചു കൊടുക്കുന്നത് വരെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ ചില അഡീഷണൽ സർവീസസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ആംബുലൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യണോ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. മെഡിക്കൽ സപ്ലൈസ്, വേറെ ഏതെങ്കിലും മരുന്നുകളോ മറ്റു കാര്യങ്ങളോ നല്ല എക്യുപ്മെന്റോ, ചില രോഗികൾക്ക് ചില എക്യുപ്മെന്റുകളൊക്കെ ആവശ്യം വരും. വീട്ടിലേക്കൊക്കെ പോയാലും അവിടെ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ചില എക്യുപ്മെന്റ്സ് ഒക്കെ ആവശ്യം വരും. അപ്പൊ അതൊക്കെ വാങ്ങിക്കാനൊക്കെ ഇവര് സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് TPA. ക്ലിയർ ആയോ? Additional service, most of the TPA also provide additional services such as ambulance, medical supplies, etc. to policy holders. Adu kudi underline cheyyum.
അപ്പൊ ഇതില് നമ്മള് വാട്ട് ഈസ് റോൾ ഓഫ് TPA എന്ന് പറയുന്നതിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്തത് ഫസ്റ്റ് പോയിന്റിലെ രണ്ടാമത്തെ സെന്റൻസ് ആണ് കേട്ടോ. ഒന്നുകൂടി ഞാൻ പറയാം. ഫസ്റ്റ് പോയിന്റിലെ രണ്ടാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോർത്ത് പോയിന്റില് മോസ്റ്റ് ഓഫ് ദ TPS ഹാവ് 24/7 കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നതും പിന്നെ അഡീഷണൽ സർവീസസിലെ ആ പോയിന്റും 3 പോയിന്റാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്തേക്കുന്നത് കേട്ടോ. ആണോ ഒന്ന് നോക്കിയേക്ക്. അല്ലേ? ഉറപ്പാക്കിയാ? യെസ്. അടുത്തത് അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് നിങ്ങൾ പഠിക്കൊന്നും വേണ്ട, വെറുതെ വായിച്ചു നോക്കിയാൽ മതി. നമ്മുടെ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കുറച്ച് തേർഡ് പാർട്ടീസിന്റെ എക്സാമ്പിൾസ് ആണ്. നമ്മളിപ്പോ ആദ്യത്തെ പേജില് ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് ഫേംസ് ഇൻ ഇന്ത്യയിലുള്ള ഇൻഷുറൻസ് ഫേംസിന്റെ പേര് പറഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുടെ പേര് തൊട്ട് മുമ്പ് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം പറഞ്ഞു. പിന്നെ ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന കുറച്ച് തേർഡ് പാർട്ടീസിന്റെ പേരുകളാണ് കേട്ടോ, എക്സാമ്പിൾസ് ആണ്. ജസ്റ്റ് ആ പേരുകൾ മാത്രം ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുള്ളൂ. അത് തേർഡ് പാർട്ടീസ് ആണെന്ന് മനസ്സിലാക്കുക. മറ്റേത് പ്ലാനുകളാണ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ. മറ്റേ ആദ്യം പഠിച്ചത് ഇൻഷുറൻസ് കമ്പനികളുടെ പേരുകളാണ്. അപ്പൊ യുണൈറ്റഡ് ഹെൽത്ത് കെയർ പരേഖ് TPA പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് കേട്ടോ. പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഫ്രണ്ടില് മീൻസ് ലാസ്റ്റ് ഭാഗത്ത് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഫ്രേസ് ചേർത്തിരിക്കണം. പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഷോർട്ട് ഫോം ആയാലും ചേർക്കണം എന്നുള്ളത് നിർബന്ധമാണ്. മീഡിയ അസിസ്റ്റ് ഇന്ത്യ TPA പ്രൈവറ്റ് ലിമിറ്റഡ്, MD ഇന്ത്യ ഹെൽത്ത് കെയർ TPA സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, പാരാമൗണ്ട് ഹെൽത്ത് സർവീസസ് ആൻഡ് ഇൻഷുറൻസ് TPA പ്രൈവറ്റ് ലിമിറ്റഡ്, Meditech TPA സർവീസസ് ലിമിറ്റഡ്, ഹെറിറ്റേജ് ഹെൽത്ത് TPA പ്രൈവറ്റ് ലിമിറ്റഡ്, ഫോക്കസ് ഹെൽത്ത് കെയർ സർവീസസ് TPA പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡിക്കെയർ TPA സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ചില തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ പേരുകളാണ്. മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, നിങ്ങൾ കാണാതെ പഠിക്കുന്നു വേണ്ട. അപ്പൊ ഇങ്ങനെയുള്ള സേവനങ്ങൾ ഇൻഷുർഡിനെയും ഇൻഷുററിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് നമ്മുടെ ഇൻഷുർഡിന് ആവശ്യമായ ക്വാളിറ്റി ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റൽസിൽ നിന്നും വാങ്ങിച്ചു കൊടുക്കുന്നത് ഉൾപ്പെടെ ഉള്ള സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, ക്ലെയിംസിന്റെ ഫുൾ സെറ്റിൽമെന്റ് തീരുന്നത് വരെ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതൊക്കെയാണ് TPAയുടെ ജോലി. അതിനു വേണ്ടിയിട്ട് പ്രത്യേക ലൈസൻസ് IRDA അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ? നമ്മളൊന്ന് എടുത്തതൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾ ഫുള്ള് ഇന്നെടുത്തത് മാത്രം. അടുത്ത ഭാഗം അടുത്ത ഒരു ദിവസത്തെ ഒരു ക്ലാസ്സിന് കൂടി ഉള്ളതുള്ളൂ. അതിന് പിന്നെ ഞാനിവിടെ ക്ലാസ്സിൽ വന്ന് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഒന്ന് വായിച്ചു നോക്കുക കേട്ടാ.
ഇനി അടുത്തത് ഒരു പ്രോസസ്സിങ് ക്ലെയിം ആണ് കേട്ടോ. ഈ ക്ലെയിം എങ്ങനെ പ്രോസസ് ചെയ്യുന്നേ, അത് എന്താ പറയുക, ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോ മുതല് അവർക്ക് ക്ലെയിം അവരുടെ കയ്യിലേക്ക് കിട്ടുന്നത് വരെ കുറെ കാര്യങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അത് പറയൂ കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കുറച്ച് സ്റ്റെപ്പ് ഓരോന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോന്ന് എങ്ങനെയൊക്കെയാ ചെയ്യുന്നതെന്ന്. അതിന് പേഷ്യന്റിന്റെ രോഗം വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ, ആക്സിഡന്റ് ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ ആദ്യം ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുന്നു. അതിനുശേഷം അത് ഇവരുടെ കയ്യിലേക്ക് അതിന്റെ ക്ലെയിം എമൗണ്ട് കിട്ടുന്നത് വരെയുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഒരു ചാർട്ടാണ്, ഈ ഫ്ലോ ചാർട്ടാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ബജാജ് അലയൻസ് എങ്ങനെയാണ് അവരുടെ ഒരു പേഷ്യന്റിന്റെ ക്ലെയിം അവരുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. ബജാജ് അലയൻസിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ടോ. ഒരുപാട് ഇൻഷുറൻസ് പദ്ധതികൾ ഉണ്ടല്ലോ. അതിൽ ബജാജ് അലയൻസ് എങ്ങനെയാണ് അവര് ക്ലയന്റിന് അവരുടെ ഇതിന്റെ എമൗണ്ട്, അവരുടെ എന്താ പറയാ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ എമൗണ്ട് എന്താണോ അവർക്ക് കിട്ടുന്നത് ആ രീതിയിലുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ടൊരു ഫ്ലോ ചാർട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ദിവസം ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ. അതും പിന്നെ കുറച്ച് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് വലിയ നമുക്ക് കാണാതെ പഠിക്കാനൊന്നുമില്ല. അതിൽ 2-3 പോയിന്റ് മാത്രം ഞാൻ ടിക്ക് ചെയ്ത് തരാം. അത് മാത്രം നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ ഈ 3 കാര്യം അവിടെ ഇരിക്കട്ടെ. അടുത്ത ദിവസം ക്ലാസ്സിൽ ഒരു എന്തെങ്കിലും എടുക്കണ്ടേ അല്ലേ? അപ്പൊ ഇതുവരെയുള്ളതൊക്കെ നന്നായിട്ട് അങ്ങ് പഠിച്ചിരുന്നോ. ഞാൻ ചോദിക്കട്ടെ, എന്റെ 3rd and 4th മൊഡ്യൂളിൽ നമ്മൾ ഏതൊക്കെ ചാപ്റ്ററാണ് ഞാൻ എടുത്തത്? 3rd മൊഡ്യൂളിൽ ഏതൊക്കെ ചാപ്റ്റർ എടുത്തു? വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് അധികം ചാപ്റ്റേഴ്സ് ഒന്നും ഇല്ല എനിക്ക്. പിന്നെ ഫസ്റ്റ് ബിഗിനിങ്ങിൽ ഒരു ദിവസം മാത്രമേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞാണ് പിന്നെ നമുക്ക് 2 hours കിട്ടിയത്, 2 ക്ലാസ്സുകൾ കിട്ടിയത് ലിസ മിസ് പോയപ്പോ അല്ലേ? അങ്ങനല്ലേ? എന്റെ അങ്ങനെയായിരുന്നില്ലേ എന്റെ? യെസ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഞാൻ ഏതൊക്കെ ചാപ്റ്റർ എടുത്ത്? 3rd മൊഡ്യൂളിൽ ഹ്യൂമൻ റിസോഴ്സ് എടുത്തു, പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഓക്കെ. 2 ചാപ്റ്റർ ആണ് നമ്മൾ 3rd മൊഡ്യൂളിൽ ഞാൻ എടുത്തത്. പിന്നെ 4th മൊഡ്യൂളിൽ ഈ ഒരു ചാപ്റ്റർ മാത്രമേ ഉള്ളൂ, മെഡിക്കൽ ഇൻഷുറൻസ് കേട്ടോ. അപ്പൊ സമയം കിട്ടുകയാണെങ്കിൽ ഇതെല്ലാം കൂടി ഒരു ദിവസം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് തീരും. ഇന്നത്തെ ഒരു ക്ലാസ് കൂടി എനിക്ക് എന്തായാലും കിട്ടും. പിന്നത്തെ ആഴ്ചയുടെ ക്ലാസ് കിട്ടില്ല, ബിക്കോസ് എനിക്ക് തോന്നുന്നു അപ്പോഴേക്കും നമ്മുടെ ഡ്യൂറേഷന്റെ കാലാവധി കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോഴേക്കും കേട്ടോ. അപ്പൊ എല്ലാം കൂടി ചേർത്തിട്ട് ഒറ്റ ഒരു എന്തെങ്കിലും ഒന്ന് നമ്മള് മൊത്തത്തിൽ ഒന്ന് റിവൈസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. 3rd and 4th മൊഡ്യൂളിൽ നമുക്ക് ആകെ 3 ചാപ്റ്ററേ ഉള്ളൂ. അതുകൊണ്ട് ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും ഒക്കെ നിങ്ങൾ നന്നായിട്ടൊക്കെ പഠിക്കുക. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ ക്ലാസ്സുകൾ തീരും. പിന്നെ നമ്മള് എന്താ പറയാ കാണുന്നത് സർട്ടിഫിക്കേഷൻ സമയത്തായിരിക്കും. PG എടുക്കുന്നവരെ അപ്പോഴും കാണാൻ പറ്റില്ല. അവർ PG കൂടി കഴിഞ്ഞിട്ടേ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി വരുള്ളൂ. അപ്പൊ നമുക്ക് നേരിട്ട് കാണാം അല്ലെ? 5-6 മാസമായിട്ട് നമ്മളിങ്ങനെ മുഖം കാണാതെ, ഞങ്ങളുടെ മുഖം കാണരുത്, നിങ്ങളുടെ മുഖം കാണാതെ ഇങ്ങനെ ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സുന്ദരന്മാരായിട്ടുള്ള നിങ്ങളുടെ മുഖം കാണാൻ നല്ല ആഗ്രഹമുണ്ട്. പിന്നെ അത് അങ്ങനെ ഇരുന്നായി PG-യില് അത് നമ്മൾ ഈ ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ്. ചിലപ്പോ ഇങ്ങനെ അടുത്ത PG വരുമ്പോ അതിലേക്ക് കയറും. അപ്പൊ ചിലപ്പോ നെക്സ്റ്റ് PG വരുമ്പോ ചിലപ്പോ നമ്മളുടെ ക്ലാസ് ആയിരിക്കില്ല, അടുത്ത ആളുകൾക്കായിരിക്കും. അങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് ഇങ്ങനെ ടീച്ചേഴ്സിന് അവേഴ്സ് നമ്മളെ, അതായത് ഫ്രീ ആകുന്ന ടീച്ചേഴ്സിനെയാണ് നമ്മൾ അടുത്തടുത്ത ബാച്ചസിലേക്ക് നമ്മൾ ടൈം ടേബിൾ ഇടുന്നത്. അതുകൊണ്ട് വരുന്ന ഇതാണ്. എല്ലാ ബാച്ചിലും നമുക്ക് കയറാൻ പറ്റില്ലല്ലോ. അപ്പൊ ചിലപ്പോ ഉണ്ടാവുമായിരിക്കും, ചിലപ്പോ ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. അത് നമുക്ക് ടൈം ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ടൈം ടേബിൾ ഇടുന്നത്. പക്ഷെ അത് നോക്കണം, ടൈം ടേബിൾ ഇട്ട് നോക്കിയിട്ട് വേണം അറിയാനായിട്ട്. PG ആണെങ്കിലും അതങ്ങനെ തന്നെ. ഓക്കെ. അപ്പൊ നിങ്ങളുടെയൊക്കെ മുഖം കാണാതെ ഇങ്ങനെ എത്രയും ദിവസത്തേക്ക് പഠിപ്പിച്ചില്ലേ? എന്താ അല്ലേ? എന്തൊക്കെയാണ് ഈ കൊച്ചല്ല വലിയ ഭൂമിയിൽ നടക്കുന്നത്? മനുഷ്യരെയൊക്കെ കാണാതെ ഇരുന്ന് പഠിപ്പിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കേണ്ടി വരും എന്നൊക്കെ പണ്ടത്തെ മനുഷ്യന്മാരൊക്കെ വിചാരിച്ചിരുന്നോ? സ്കൂളില് പോയിട്ട് പഠിക്കുന്നതും സ്കൂൾ വിദ്യാഭ്യാസം നടത്തി പണ്ടൊന്നും അങ്ങനെ ഇല്ലല്ലോ. ഗുരുകുല വിദ്യാഭ്യാസം അങ്ങനെയൊക്കെ ആയിരുന്നില്ലല്ലോ പണ്ടൊക്കെ, ഒത്തിരി പണ്ട്. പിന്നെ കുറെ കഴിഞ്ഞപ്പോ മാറ്റങ്ങൾ വന്നു. അപ്പൊ വന്നപ്പോ എന്താ പറയാ ഹൈ ക്ലാസ് ഫാമിലീസിന് മാത്രമൊക്കെ വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതൊക്കെ മാറി ഒരുപാട് റിഫോമേഴ്സ് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് സോഷ്യൽ റിഫോമേഴ്സ് ഒക്കെ ഇപ്പൊ നമ്മളെല്ലാവരും പഠിക്കാം എന്നുള്ള ഒരു അവകാശം നമുക്കൊക്കെ കിട്ടി. പിന്നെയും മാറ്റങ്ങൾ വന്നു. ഇപ്പൊ പഠിക്കാം, ഇങ്ങനെയും പഠിക്കാം എന്ന് നമ്മൾ തെളിയിച്ചു അല്ലെ? ടീച്ചറുടെ പറഞ്ഞു തരുന്ന അധ്യാപകന്റെയോ അധ്യാപികയുടെയോ മുഖമൊന്നും കാണാതെ നമ്മുടെ മുഖം കാണുന്നില്ല അല്ലെ? അധ്യാപകർക്ക് കുട്ടികളുടെ മുഖമൊന്നും കാണാൻ പറ്റാതെ
ക്ലാസ്സുകൾ എടുക്കുന്നു. അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ എന്തായാലും നമുക്ക് ഇനി കോൺവെക്കേഷൻ ഒക്കെ നമ്മൾ വരുമ്പോ എന്തായാലും നേരിട്ട് കാണും കേട്ടോ. എന്തായാലും കാണണം, ഓടി വരണം. ടീച്ചറെ ഞാൻ ഇന്ന ക്ലാസ് ആണ്, ചിലപ്പോ 1-2 ബാച്ചൊക്കെ ഒരുമിച്ചൊക്കെ വരും. പിന്നെ ബാച്ചിലെ ആണ് ഇന്നതാണ്, നമ്മൾ പേരല്ലേ വായിക്കുന്നുള്ളൂ. പ്രീത, ബ്ലസ്സി, നിഷ, അലൻ ജോയ് എന്നൊക്കെ പറയുന്നത് ആ കുട്ടി തന്നെയാണോ? കുട്ടി അത് തന്നെയാണോ? അലൻ ജോയ് എന്ന് എഴുതിയിരിക്കുന്ന ആളൊന്ന് സംസാരിക്കാമോ? സമയം ഇത്തിരി കിട്ടിയതുകൊണ്ട് ഞാൻ അവിടെ ബാക്കി വെച്ചത് കൊണ്ടാണ് കേട്ടോ. എനിക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ എന്തെങ്കിലും വേണ്ടേ, വെറുതെ വന്നിരുന്ന് ബോറടിക്കും. എന്തെങ്കിലും ഇതുപോലെ കിടന്ന് ഇങ്ങനെ പറയണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് അവിടെ ബാക്കി വെച്ചത്. അലൻ ജോയ് വിളിച്ചപ്പോ ഇറങ്ങിപ്പോയോ? എനിക്കുണ്ടായിരുന്നു. അലൻ പോയി, അതന്നെ ഞാൻ വിളിച്ചപ്പോ തന്നെ അലൻ ഇറങ്ങിപ്പോയി. അലൻ തന്നെയാണോ അത്? നിമിഷ, അലൻ എന്ന് പറഞ്ഞ ആള് തന്നെയാണോ? അറിയത്തില്ല മിസ്സേ. അറിയില്ല. ഇല്ല, പേര് ഗ്രൂപ്പിലൊന്നും സംസാരിക്കുന്ന കേട്ടില്ല. ആണോ? നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടല്ലോ അല്ലേ? നിങ്ങൾ ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുവോ? അതൊക്കെ ചോദിക്കട്ടെ. ഉണ്ട്. അപ്പൊ നന്നായിട്ടൊക്കെ സംസാരിക്കുന്നവരൊക്കെ ഉണ്ട് അതിനകത്ത്. കൊറേ പേരുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നില്ലെങ്കിൽ നമ്മൾ ഒരു 6 months കോഴ്സ് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് പഠിച്ചവരല്ലേ. അപ്പൊ നമ്മളൊന്ന് പരസ്പരം എവിടേക്കോ ഇരുന്ന് അതും മറ്റൊരു കാര്യമാണ് അല്ലെ. പല പല ജില്ലകളില് ഒത്തിരി ദൂരങ്ങളില് ഇരുന്ന് പഠിക്കുന്നവരാ. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ നമ്മള് കണ്ടുമുട്ടും എന്നൊക്കെ ചിലപ്പോ നമ്മൾ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ലേ. പക്ഷെ നമുക്ക് അതിനും പറ്റിയില്ലേ. അപ്പൊ ഇനി വരുമ്പോ നേരിട്ട് വരുമ്പോ കണ്ടോ, മലപ്പുറത്തും ഒക്കെ ഞങ്ങൾക്ക് ടീച്ചർമാർക്ക് അങ്ങനെയാണ്. മലപ്പുറത്ത്, കോഴിക്കോട്, ഇടുക്കി, നമ്മളൊന്നും പോയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും എനിക്ക് സ്റ്റുഡൻസ് ഉണ്ട്, എനിക്ക് കുട്ടികളുണ്ട്, ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളുണ്ട് എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള കുട്ടികൾ അതൊക്കെയാണ് സ്കൂളിൽ പഠിപ്പിച്ചാലും അടുത്തുള്ള കോളേജുകളിൽ പോയി പഠിപ്പിച്ചാലും ഒക്കെ ആ ചുറ്റുവട്ടത്തൊക്കെ ഏകദേശം ഒത്തിരി ഡിസ്റ്റൻസിലൊന്നും വന്ന് കുട്ടികൾ പഠിക്കുന്നില്ല. കാരണം അതിന്റെ ആവശ്യമില്ല. കാരണം ഇന്ന് എല്ലായിടത്തും ഇഷ്ടംപോലെ സ്കൂളുകളും കോളേജുകളൊക്കെ പ്രൈവറ്റും ഗവൺമെന്റും ഒക്കെ ഉണ്ട്. അപ്പൊ പിന്നെ അവിടെയൊക്കെ പോയി പഠിക്കുള്ളൂ. ഡിസ്റ്റൻസിലൊന്നും പോയി പഠിക്കുന്ന കാര്യമില്ല. പിന്നെ 12th ഒക്കെ കഴിയുമ്പോഴാണ് കുട്ടികൾ വേറെ സ്റ്റേറ്റിൽ പോയി പഠിക്കുന്നത്, എബ്രോഡ് പോയി പഠിക്കുന്നതൊക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ 12th വരെയൊക്കെ ഏകദേശം ചുറ്റുവട്ടത്തുള്ള സ്കൂളുകളല്ല. പക്ഷെ ഇപ്പൊ നമുക്ക് പറയാം, വിദ്യാർത്ഥികൾ എനിക്ക് ഇവിടുത്തെ കുട്ടികൾ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറയാം. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. നിങ്ങൾ പഠിച്ച ആ ഞാൻ പറഞ്ഞ 3 ചാപ്റ്റേഴ്സ് ഇല്ലേ, 3rd 4th മൊഡ്യൂളിലെ, അതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തുകൊണ്ട് വെറുതെ ഒന്ന് പഠിച്ചൊക്കെ നോക്കിക്കൊണ്ട് വരാം കേട്ടോ. അടുത്ത ദിവസം ഈ ക്ലാസ് തീർന്നിട്ട് നമുക്ക് പിറ്റത്തെ ദിവസം ആ ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ സി യു, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, താങ്ക് യു, ലവ് യു ആൾ.